ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഐക്യ എന്ന് പറയുന്ന ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. ഇതൊരു ഫർണിച്ചർ ഷോറൂമാണ്, വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. ഐക്യയെ പറ്റി പറയുകയാണെങ്കിൽ ഐക്യ ശരിക്കും ഇതൊരു സ്വീഡൻ ബേസ്ഡ് ഫർണിച്ചർ ഷോറൂമാണ്. ഇത് ശരിക്കും 64 വർഷം മുന്നേ സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ് ഉള്ളത്. ശരിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഇപ്പറേ വേറെ ഒരു സ്പേസും ഉണ്ട്. ഈ കാണുന്ന 3 വണ്ടികൾ ഇലക്ട്രിക് വാഹനങ്ങളാണ്. അത് ചാർജ് ചെയ്യാൻ ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കാണുന്ന ഡെസ്ക്, ബെഞ്ച്, കസേരകൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വിൽക്കാനിട്ടിരിക്കുന്നതാണ്. അവരൊരു മോഡലായിട്ട് വെളിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, കയറി ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളുടെയും ഫർണിച്ചറിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. അന്നേരം എനിക്കിവിടെ ഒരു നൈഫിൻ്റെയും ഫോർക്കിൻ്റെയൊക്കെ ഒരു സെറ്റ് വേണമായിരുന്നു. അത് കേശുവിനെ കിൻഡർഗാർട്ടനിൽ കൊണ്ടുപോകാനായിട്ട് ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ പിന്നെ അതൊരെണ്ണം എടുത്തു. ഇപ്പം നമ്മളീ കാണുന്നത് കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ്. ഈ കാണുന്നത് ഫർണിച്ചർ ഐറ്റംസ് ആണ്. കുട്ടികളുടെ കുഞ്ഞു കസേരകളെ, ടേബിള്, അവർക്ക് വേണ്ട ബെഡ് കാര്യങ്ങൾ, പിന്നെ പ്ലേ ഐറ്റംസ്, ടോയ്സ്, വേറെ കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ രസമുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പിള്ളേരുടെ ടോയ്ലറ്റിന് യൂസ് ചെയ്യുന്ന, പിള്ളേർ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന അതിന് വേണ്ട അവരെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ഹൈറ്റൊക്കെ കൂടുതലാണല്ലോ ടോയ്ലറ്റിന്, അന്നേരം അതിന് വേണ്ടിയിട്ട് പൊക്കത്ത് കയറിയിരിക്കാൻ അങ്ങനെ കുറേ ഐറ്റംസ് പിള്ളേർക്ക് വേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് പിള്ളേരുടെ ഒരു റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, നമ്മളെ കാണിച്ചിരിക്കുന്നതാണ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുക, എന്തൊക്കെ ഫർണിച്ചേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ഈ കാണുന്ന കുട്ടികളുടെ ഫർണിച്ചറിലെല്ലാം തന്നെ നമുക്ക് കാണാം ഒത്തിരി സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. കാരണം അവരുടെ പഠിക്കുന്ന സാധനങ്ങൾ, കളിക്കുന്ന ടോയ്സ് എല്ലാം വെക്കാനായിട്ട് ഒത്തിരി സ്പേസസ് ഉണ്ട്. ഈ കാണുന്ന ബെഡിൻ്റെ അടിയിലാണെങ്കിലും സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഒത്തിരി ഡ്രോയറുകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ കാണുന്നത് കുറേ അലമാരകളാണ്. അതായത് അലമാരകളാണ് ഈ സെക്ഷൻ ഫുള്ള് കാണുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ അലമാരകൾ ഇവിടെ ഇരിപ്പുണ്ട്. ശരിക്കും ഇവിടെ എന്നെ ആകർഷിച്ചത് വേറെ ഒരു അലമാരിയായിരുന്നു. ഇവിടെ മൂലയ്ക്കൊരെണ്ണം ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയി നോക്കിയപ്പോഴത്തേന് അതിൻ്റെ വില കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അതിൻ്റെ 912 യൂറോ ആണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 80,000-81,000 രൂപയോളം വരും ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഈ റൂം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും ഒരു ബാച്ചിലേഴ്സിൻ്റെ കറക്റ്റ് റൂം തന്നെയാണ്. അതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. ബാച്ചിലേഴ്സിനെ നല്ലവണ്ണം പഠിച്ചിട്ട് സെറ്റ് ചെയ്ത പോലെ തന്നെയുണ്ട് ഒരു കറക്റ്റ് ഒരു റൂം. ഇത് അവരൊരു ചുമ്മാ ഒരു മോഡൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ കാണുന്നത് ജനലല്ല, ശരിക്കും അതൊരു പിക്ചർ വെച്ചിട്ട് ലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഒരു ബെഡ്റൂമും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് വേറൊരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂം തന്നെയാണ്. ഇത് ശരിക്കും ബെഡിൻ്റെ സെക്ഷനാണ്. അവിടെ അവർ ഡെമോ കാണിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഈ കാണിച്ചിരിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളിലും അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ആ വിലയുടെ കൊടുത്തിരിക്കുന്ന പ്രൈസ് ടാഗിൻ്റെ താഴെ ഒരു നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് പോകണം. അവരുടെ പേപ്പറും ഒരു പെൻസിലും എല്ലാം അവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എഴുതിക്കൊണ്ട് പോയിട്ട് അവിടെ താഴെ ബില്ലിംഗ് കൗണ്ടറിൽ കൊടുക്കുക. അത് എന്നിട്ട് അവിടുന്ന് പാക്ക് ചെയ്ത് നമുക്ക് സാധനങ്ങൾ തരുവാണ് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് ഡെലിവറി വേണമെങ്കിൽ അത് നമുക്ക് അവിടെ പറയുക. അപ്പോൾ അവർ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തരും. ഏത് ഡേറ്റ് വേണം, എന്തെല്ലാം കാര്യങ്ങൾ, ഏത് അഡ്രസ്സ് വേണം, അതെല്ലാം നമ്മളവിടെ പറഞ്ഞ് നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്തിട്ടാണ് പോകേണ്ടത്. നമുക്കിവിടെ കാണാം ഒരു കറക്റ്റ് ടോയ്ലറ്റ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന്. ഇവിടെ ശരിക്കും ഒരു ബെഡ്റൂമും അതിനോട് ചേർന്നൊരു ടോയ്ലറ്റും കൂടെ അവർ ഒന്നിച്ച് സെറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്കൊരു ബാച്ചിലേഴ്സിൻ്റെ റൂം കാണാം. ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്ന പോപ്പിൻസിൻ്റെ പോലെ പല കളറിലുള്ള കസേരകളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇരിക്കുന്ന പല കസേരകൾക്കും നല്ല വിലയാണ്.
ഞാനവിടെ 1-2 ടേബിളും നോക്കി, അതിൻ്റെ വില എനിക്കൊന്ന് നോക്കണമായിരുന്നു. ഇവിടെ നമ്മളൊരു ബെഡ്റൂമും ഹാളും എല്ലാം കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കിച്ചണും ഉണ്ട്. കിച്ചണിൻ്റെ അപ്പുറം ഒരു സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വീടല്ല എന്ന് നമ്മൾ പറയത്തില്ല, കാരണം അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോർ റൂമിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നത് പോലെ ഭയങ്കര കുപ്പികളും കാര്യങ്ങളും എല്ലാം അവർ ഓരോന്നിനും പ്രൈസ് ടാഗ് ഇട്ട് കറക്റ്റായിട്ട് അത് നമ്മളെ കാണിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസും ഉണ്ട്, വാഷിംഗ് മെഷീനൊക്കെ. പക്ഷേ ഇലക്ട്രോണിക്സിന് ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഇല്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കിച്ചൺ സെറ്റായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ പെയിൻ്റൊക്കെ ആയിട്ട് നല്ല ശരിക്കും കാണാൻ ഇതിൽ നമുക്ക് വീഡിയോയിൽ കാണുന്നതിലും രസമായിരുന്നു ഇത്. ഇവിടെ ചില റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ പല വീടുകളുടെയും ചെരിഞ്ഞിട്ടാണുള്ളത്. അന്നേരം അത് പക്ഷേ നമുക്ക് താമസിക്കാൻ പറ്റുന്നതും ഒക്കെ പറ്റുന്ന വീടുകൾ തന്നെയാണ്. അന്നേരം ആ രീതിയിലുള്ള ഫർണിച്ചറിനും ഇവിടെ നല്ല ഡിമാൻഡാണുള്ളത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ അത് നമ്മളൊക്കെ എങ്ങനെ ചെരിഞ്ഞ സ്ഥലത്ത് ഫർണിച്ചർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ വേറൊരു കിച്ചണിലോട്ട് വന്നു. ശരിക്കും നമ്മളിവിടെ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് നമുക്ക് ഏത് ഫർണിച്ചർ സെലക്ട് ചെയ്യണമെന്ന് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ തീമിനും ഓരോ റൂമിനും അനുസരിച്ച് പല വെറൈറ്റി ഫർണിച്ചറും ലൈറ്റ്സും, കാരണം അതെല്ലാം കൂടി ആകുമ്പോഴത്തേന് ഭയങ്കര ഒരു കാണാനൊരു നല്ല രസമാണ്. അപ്പം നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും നമ്മളിപ്പം ഒന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട് പണിയാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യാൻ പോകുന്നവർ ഒക്കെ ഇത് കണ്ടിരിക്കേണ്ടതാണ്. കാരണം നമുക്ക് എങ്ങനെയാണ്, എന്താണ് നമുക്ക് എന്താണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നെല്ലാം കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും. ശരിക്കും ഞാൻ ഐക്കിയ കുവൈറ്റ് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, കുവൈറ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. പക്ഷേ അതിലും വലുതായിട്ട് ഒരു വലിപ്പമുള്ള ഷോറൂമാണിത്. അതുമാത്രമല്ല ഇവിടെ കൂടുതലും നമുക്ക് ഡെമോ എക്സ്പീരിയൻസ് ഒത്തിരിയാണ്. കാരണം ബെഡ്റൂം ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളാണെങ്കിലും കിച്ചൺ ആണെങ്കിലും എല്ലാം റിയലായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അത് ഒത്തിരി നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് എങ്ങനെയാണ് ഒരു സാധനങ്ങൾ നല്ലത് സെലക്ട് ചെയ്യാനും പറ്റും, എങ്ങനെയാണ് സാധനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കിടിലൻ ലൈറ്റാണിത്. വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞ് വേറൊരു സോഫ സെക്ഷൻ്റെ ഏരിയയിലോട്ട് പിന്നെയും വന്നു. ഇതും ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഹാളെന്നൊക്കെ പറയുന്നത് പോലെ ടിവിയും സോഫ സെറ്റും എല്ലാം കൂടെ ഉള്ള ഒരു റൂം. ശരിക്കും നമ്മൾ ഇത്രയും നേരം കണ്ട ഹാളുകളിൽ ഒരു ഭയങ്കര വെറൈറ്റി തോന്നിയ ഒരു റൂമാണിത്. അതായത് നമ്മൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു റൂം പോലെ തന്നെ, അതായത് കറക്റ്റ് ഒരു പഴയ ഒരു ബംഗ്ലാവിലൊക്കെ കയറി ചെന്ന ഒരു സെറ്റപ്പ്. കുറേ ബുക്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഷെൽഫുകളെ, ഈ തണുപ്പ് മാറ്റാനായിട്ട് തീ കായുന്ന ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. നമ്മളിവിടെ ഈ സൈഡിൽ കാണുന്ന ഈ സ്റ്റെപ്പിൻ്റെ തടി കൊണ്ടുള്ളതൊക്കെ കാണുമ്പോഴത്തേന് ഈ പഴയ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഓർമ്മ വരും.
ഞാനിങ്ങനെ ഓർത്തായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ കണ്ട സിനിമകളുടെ ഒരു വലിയ കിച്ചണാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു വാഷിംഗ് ഏരിയയും എല്ലാം കൂടെ ഉള്ള ഒരു വർക്ക് ഏരിയ പോലെ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു ബോർഡ് 650 യൂറോയ്ക്ക് ഒരു വോൺ സിമറിൻ്റെ എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുകയെന്ന്. അവർ പറഞ്ഞിരിക്കുന്നത് 28 ക്വാഡ്രാമീറ്ററിനുള്ളിൽ നിൽക്കുന്നതാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു ഹാളിൽ വേണ്ട ഫർണിച്ചർ കാര്യങ്ങളെ എല്ലാം 650 യൂറോയ്ക്ക് അവർ ചെയ്തു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന ഫർണിച്ചറൊക്കെ തന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് കുറേ ഓർക്കിഡിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇവിടെ 5 യൂറോയ്ക്കാണ് ഒരു ഓർക്കിഡിന് അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, ഞാനൊരു ഓർക്കിഡ് എടുത്തായിരുന്നു. 5 യൂറോ ആണല്ലോ എന്നും വെച്ച്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്, ബില്ലിംഗ് സെക്ഷനിൽ ചെന്നപ്പോൾ അവിടെ ഈ ഐക്കിയയ്ക്ക് ഒരു ഫാമിലി കാർട്ടയുണ്ട്, അവർക്കാണ് ഇത് 5 യൂറോ. അല്ലെങ്കിൽ നമുക്കത് നോർമലി വാങ്ങിക്കുവാണെങ്കിൽ നമുക്കത് ക്യാഷ് കൂടുതലായിരിക്കും. പക്ഷേ ബില്ലിംഗ് സെക്ഷനിലെ സ്ത്രീ ഒരു നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ് ബെല്ലടിക്കാൻ നിന്ന് ആൾക്കാരോട് അവരുടെ ഈ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ ബില്ലിൽ എൻ്റേതൂടെ ആഡ് ചെയ്ത് എനിക്ക് അവരത് സാധനം തന്നു. അതുകൊണ്ട് എനിക്കത് 5 യൂറോയ്ക്ക് എനിക്ക് ആ ഓർക്കിഡിൻ്റെ ചെടി കിട്ടി. അതെനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് ലൈറ്റുകളുടെ ഒരു വൻപിച്ച ശേഖരമാണ്. ശരിക്കും ഒത്തിരി 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 വെറൈറ്റി ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. വീണ്ടും നമ്മൾ കാണുന്നത് കുറേ ഒറിജിനൽ ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ചെരിഞ്ഞ റൂമിൽ അവരെങ്ങനെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന്. ശരിക്കും ഇവിടെ കാണിക്കാത്തതായിട്ടുള്ള ഒത്തിരി സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ കാണിച്ച് ഇത് വലിച്ചു നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കാണാൻ രസമുള്ള കുറേ ഭാഗങ്ങളാണ് ഇതിലെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് നമ്മൾ പുറത്തിറങ്ങി. അപ്പം നമുക്ക് നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.